ഷഫീദ് റാവുത്തർ അറിയിക്കുന്നു. രാഹുൽ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകൾ സീൽഡ് കവറിൽ കോടതിയിൽ നൽകിയിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ് കുറച്ച് രേഖകൾ കൂടി. എന്തൊക്കെയാണ് എന്ന് ഷഫീദ് പറയും. ഷഫീദ്, യുവതിയെ ഡിസോൺ ചെയ്യാൻ അല്ലെങ്കിൽ യുവതി പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്നതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആദ്യത്തെ വാദം തന്നെ. അതിനെന്താണ് ഇപ്പോൾ തെളിവുകളായി നൽകുന്നത് അല്ലെങ്കിൽ രേഖകൾ നൽകുന്നത് രാഹുൽ? ഗോകുലി, രാഹുലിന്റെ അഭിഭാഷകൻ വഴി നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമാണ് രാഹുലിന്റെ പക്ഷം പറയാൻ, രാഹുലിന്റെ സൈഡ് കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതിന്റെ ഭാഗമായി അതിനകത്ത് ഒരു തീരുമാനമെടുക്കേണ്ടതും അക്കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയും കോടതിയും ഒക്കെയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗം പറയാൻ വേണ്ടി സീൽഡ് കവറിൽ ചില രേഖകൾ കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ ഈ മിനിറ്റിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് സീൽഡ് കവറിൽ ചില രേഖകൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അതായത് ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് യുവതി നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖ നൽകിയെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതേപോലെ പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകളും രാഹുൽ മാങ്കുട്ടത്തിൽ നൽകിയ സീൽഡ് കവറിൽ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നു. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന സമയങ്ങളിലും ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചതിന്റെ രേഖകളും അത് കൈമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കുട്ടത്തിന്റെ അഭിഭാഷകൻ ശേഖർജി തമ്പിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഗോകുൽ പറഞ്ഞതുപോലെ ആദ്യ വരി തന്നെ ഇതൊരു ഫോൾസ് കേസാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള കേസാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കുട്ടത്തിൽ അതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ശബ്ദരേഖകൾ പുറത്തേക്ക് വന്ന സമയം അത്രയും മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു അത് രാഹുലിന്റെ ശബ്ദരേഖയാണോ എന്ന് ചോദിച്ചപ്പോൾ അതാണെന്നോ അല്ലെന്നോ രാഹുൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ആ ശബ്ദരേഖ തൻ്റേത് തന്നെ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. ഈ യുവതിയുമായി ഒരു മ്യൂച്വൽ കൺസേണിലുള്ള അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണ പ്രകാരമുള്ള ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അതവിടെ നിൽക്കുന്നു. അതിനപ്പുറം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നിടത്ത് ബുധനാഴ്ചയാണ്. അതിനു മുൻപ് രാഹുൽ മാങ്കുട്ടത്തിൽ അഭിഭാഷകൻ വഴി ഒരു സീൽഡ് കവറിൽ ചില രേഖകൾ കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഗോകുൽ, ഇതിൽ പറയുന്നത് ഈ ആദ്യം മുതൽ തന്നെ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ വാദിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഈ യുവതി ഭർത്താവിനൊപ്പം ഉള്ളപ്പോൾ തന്നെയാണ് ഈ ബന്ധവും പരിചയമൊക്കെ ഉണ്ടായത്. അങ്ങനെ യുവതിയെ ലക്ഷ്യം ചെയ്യാൻ ഒരു വശത്ത് ശ്രമം നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗർഭം അതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിയാൻ വേണ്ടി കൂടിയുള്ള വാദങ്ങളാണ്. വിവാഹിതയായ യുവതിയാണ്, ഭർത്താവിനൊപ്പമാണ് താമസിച്ചിരുന്നതെന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമാണ് ഈ തെളിവ് എന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്ന തെളിവുകളെന്ന് കരുതാമല്ലേ? മാത്രമല്ല യുവതി നമ്മുടെ മൊഴിയിൽ തന്നെ ഭർത്താവിനൊപ്പം അത്ര കാലം ജീവിച്ചിരുന്നില്ല, 1 മാസത്തോളം മാത്രമേ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ യുവതിയുടെ മൊഴിയായി പറയുന്നുണ്ടല്ലോ. ഗോകുൽ, അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് തന്നെ യുവതി ഇക്കാര്യത്തിലെ അതിജീവിത അവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഔദ്യോഗികമായി പോലീസിന് മുൻപ് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ കോൺട്രാഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായും പ്രതിഭാഗം എന്ന നിലയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ചില വാദങ്ങൾ കോടതിയിൽ നിരത്തണം. അദ്ദേഹത്തിൻ്റെ ഭാഗം അക്കാര്യത്തിൽ പറയുന്നു എന്ന് മാത്രം ഇതിനെ കണക്കാക്കുകയാകും നല്ലത്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ യുവതിയുടെ ഭാഗത്ത് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം FIR-ലടക്കം ഏതാണ്ട് 20 പേജോളമായിരുന്നു അവരുടെ മൊഴി. അതിലടക്കം അവർ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ കുറെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല ഈ സാധാരണഗതിയിൽ നമ്മൾ ഇവരുടെ ചാറ്റുകളും നമ്മൾ ഈ മുറിഞ്ഞ ശബ്ദരേഖകളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നിയിരുന്നത് എന്താണ് സംഭവം ഇതിനകത്തുനിന്നുള്ള കാര്യത്തിൽ സംശയം തോന്നിയിരുന്നു. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങളും ഇവരുടെ മൊഴിയായി പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ഗർഭം ധരിക്കാനും പിന്നീട് ഗർഭചിത്രത്തിനും എങ്ങനെ വഴിവെച്ചു എന്നുള്ള കാര്യം. അതിൽ തന്നെ യുവതിയുടെ മൊഴിയിൽ അവർ വ്യക്തമാക്കുന്ന അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിലൊന്നാമത്തെ കാര്യം അതായത് രാഹുൽ മാങ്കുട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. അതേസമയം രാഹുലിന്റെ വീട്ടിൽ ഈ പെൺകുട്ടി ഒരു ഡിവോഴ്സി ആയതുകൊണ്ട് അതടക്കം തെളിയിക്കുന്ന രേഖകൾ അവരുടെ പക്കലുണ്ടെന്ന് അവരും പറയുന്നുണ്ട്. ആ ഡിവോഴ്സി ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുലിന്റെ വീട്ടിൽ ഈ കല്യാണം അതല്ലെങ്കിൽ വിവാഹം സമ്മതിക്കുമായിരുന്നില്ല എന്ന് രാഹുൽ പറഞ്ഞു. പക്ഷേ ഒരു കുട്ടി ഉണ്ടായെങ്കിൽ രാഹുലിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്നും രാഹുൽ പറഞ്ഞു. അങ്ങനെയാണ് ഗർഭധാരണം നടത്തിയതെന്നുള്ളതാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ രണ്ടാമത്തെ ഭാഗം, ഗർഭചിത്രവും പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ നിർബന്ധിച്ചു നടത്തി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായും അത് യുവതിയുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായ രേഖകൾ, കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളും അതല്ലാതെ മറ്റു ചില തെളിവുകളടക്കം അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെ അവർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ രാഹുൽ മാങ്കുട്ടത്തിൽ ഇക്കാര്യത്തിലൊന്നും യാതൊരു വിധമായിട്ടുള്ള പങ്കുമില്ലെങ്കിൽ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കുട്ടത്തലിന്റെ സുഹൃത്തും അടൂർ സ്വദേശിയുമായിട്ടുള്ള ജോബി ജോസഫ് ഗർഭമലസിപ്പിക്കാൻ കൈമനത്ത് വെച്ച് ഒരു കാറിൽ കയറ്റി കുട്ടിക്ക് ഗുളിക നൽകിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് പൊതുസമൂഹത്തിന് മുൻപിൽ ചർച്ചയായി ഉയരുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഈ അവർ വിവാഹിതയായിരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പം പുലർത്തിയെന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ, ചില അധിക്ഷേപ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അക്കാര്യത്തിൽ മറുപടിയുണ്ട്. അതായത് ആദ്യ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം, ആദ്യ വിവാഹം ഒഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പരിചയപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവതി മൊഴിയായി മിനിഞ്ഞാന്ന് തന്നെ പോലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സീൽഡ് കവറിലടക്കം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തുമാത്രം വസ്തുതയുണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അതൊരു പക്ഷേ ഒരു ഡിഫൻസ് എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തതായി മാത്രമേ നമുക്കതിനെ കണക്കാക്കാൻ കഴിയൂ. ഗോകുൽ, ഷഫീദ്, ഇന്നലെ കൂടി രാഹുൽ തിരുവനന്തപുരത്തെത്തി വക്കാലത്തൊപ്പിട്ട് മടങ്ങി, അല്ലെങ്കിൽ വക്കാലത്തൊപ്പിട്ട് അവിടെ നിന്ന് വീണ്ടും മുങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മുൻപേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുലിനെ കസ്റ്റഡി എടുക്കുക, ചോദ്യം ചെയ്യുക ചെയ്യുന്ന നടപടികളിലേക്ക് പോകുമോ? അതല്ല പൂർണ്ണമായും തെളിവ് ശേഖരിച്ച് അതിനുശേഷം ചോദ്യം ചെയ്യലെന്നതാണോ അന്വേഷണ സംഘത്തിന്റെ നിലപാട്? ഗോകുലി, പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ നടപടികൾ ഇതിനോടകം തന്നെ പല വിധത്തിൽ നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന മൊഴി ശേഖരണം നടക്കുന്നുണ്ട്, മാത്രമല്ല തെളിവ് ശേഖരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന ചില രേഖകളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികളിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള നടപടികൾ നീങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പൊളിറ്റിക്കൽ കോൺസ്പിറസി ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിലെ പോലീസിന്റെ ആക്ഷനുകൾ അത് കോടതിയിൽ ഇത് സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല നേരത്തെ നമ്മൾ, അതായത് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടോ കോയമ്പത്തൂരോ ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാവിലെ 10:15 അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ വഞ്ചൂർ കോടതിക്ക് പരിസരത്തുള്ള ഓഫീസിലേക്ക് എത്തിയ വക്കാലത്ത് നേരിട്ട് ഒപ്പിട്ട ശേഷം തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയതാണ്. അദ്ദേഹം ഏത് ഭാഗത്തേക്ക് മുങ്ങിയെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്കറിയില്ല. പക്ഷേ പോലീസ് പലതരത്തിലുള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ കൂടുതൽ തെളിവ് ശേഖരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ വരെ അത് പരിഗണിക്കും വരെ, അത് അടുത്ത ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത്. അതുവരെ പോലീസ് കാത്തിരിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. പകരം അവരുടെ നടപടി, അവരുടെ ഇതുമായി ബന്ധപ്പെട്ട നിയമവഴിയിലുള്ള നടപടി അതവർ തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല ഇക്കാര്യത്തിൽ കൂടുതൽ മൊഴി ശേഖരണം അടക്കം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഇതിനോടകം നൽകിയിട്ടുള്ള തെളിവ് ശേഖരണം അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ നടപടികൾ ആ വഴിക്ക് മുന്നോട്ട് പോകുന്നു. ഗോകുൽ, ഷഫീദ്, ഇതിന് മറ്റൊരു കാര്യമുള്ളത്, ഈ യുവതി ഭർത്താവിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരൊരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് എന്ന് വാദിക്കുന്നതിൽ അതിൽ വഴി ഈ രാഹുലിനെ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, അല്ലെങ്കിൽ ആ ഗർഭം തൻ്റെതാണ് അല്ല എന്ന് വാദിക്കാനുള്ള ഒരു വഴി ഒരുങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കൊന്നുമുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. മാത്രമല്ല യുവതി ആശുപത്രിയിൽ പോയ സമയത്തൊന്നും അവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മെഡിക്കൽ സഹായം തേടിയ സമയത്തൊന്നും ഈ കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞിരുന്നില്ല എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോകുൽ ചോദിച്ച ചോദ്യം അത് സ്വാഭാവികമായും ഒരു സംശയമായി ഉയരാവുന്നതാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷം, അവരുടെ സോഷ്യൽ മീഡിയ പട്ടാളം, അവർ ഇതിനോടകം തന്നെ ആ പെൺകുട്ടിയെ പല വിധത്തിൽ അധിക്ഷേപിക്കുന്നുണ്ട്, പല വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ ഉയർത്തുന്ന ഈ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, അതിന് പ്രകാരമുള്ള ഒരു ഗർഭധാരണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പലതരം ചാറ്റുകളിലടക്കം ചില കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ചില ഇന്റർഫിയറൻസ് ഉണ്ട് എന്നുള്ള കാര്യം അത് ഈ പുറത്തു വന്ന ചാറ്റുകളിൽ നിന്ന് വ്യക്തമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേവല സൗഹൃദമോ കേവല ബന്ധമോ ഉള്ള ഒരാളാണെങ്കിൽ എന്തിനാണ് മറ്റൊരു സ്ത്രീയുടെ, അതല്ലെങ്കിൽ പരിചയമുള്ള സൗഹൃദമുള്ള ബന്ധമുള്ള ഒരു സ്ത്രീയുടെ ഗർഭധാരണത്തിലും ഗർഭചിത്രത്തിലും ഇത്രത്തോളം ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തേത്, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിലും ഗർഭം ധരിക്കാനും ഗർഭചിത്രത്തിലും നിർബന്ധിച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്നുള്ള ആ ചോദ്യത്തിന്, ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരമുട്ടി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ കോടതിയുടെ മുൻപിലേക്ക് പോവുകയാണ്. കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ സ്റ്റാൻഡ്, അതല്ലെങ്കിൽ ഇതിൽ എന്താണ് കാര്യം എന്നുള്ള കാര്യം എടുക്കേണ്ടത്. പക്ഷേ ഇതുവരെ പുറത്തു വന്ന തെളിവുകളിൽ ഈ പെൺകുട്ടി മൊഴിയായി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പലവിധ വിവരങ്ങൾ ഇതിനോടകം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലുണ്ട്. മാത്രവുമല്ല അത് ആ പെൺകുട്ടിയുടെ പക്കൽ അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ, ചില രേഖകൾ, ചില കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ, മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് CCTV അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്, അവർ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഇതിനോടകം തന്നെ, അന്വേഷണ സംഘം ഇതിനോടകം തന്നെ തെളിവുകളിൽ പലതും ശേഖരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ഇത്തരം പ്രതിരോധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നിയമവഴിയിൽ പൂർത്തിലങ്ങ് ഇക്കാര്യത്തിലൊക്കെ കുറ്റമുക്തനാകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. നിയമവിദഗ്ധരും സമാനമായ അഭിപ്രായം ഇക്കാര്യത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.